മറ്റൊരു വാർത്തയിലേക്ക്. തിരുവനന്തപുരം കോർപ്പറേഷൻ മുട്ടട വാർഡിൽ UDF സ്ഥാനാർത്ഥിയായി വൈഷ്ണ സുരേഷിന് മത്സരിക്കാൻ വോട്ട് നീക്കിയ നടപടി റദ്ദാക്കി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിറക്കി. പേരൊഴിവാക്കിയത് നിയമപരമല്ലെന്നും ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർക്ക് വീഴ്ച പറ്റിയെന്നും ഉത്തരവിൽ പറയുന്നു. കോടതിക്ക് നന്ദിയെന്നും സത്യം ജയിച്ചെന്നും വൈഷ്ണ സുരേഷ് പ്രതികരിച്ചു. വൈഷ്ണ സുരേഷിന് ഇനി ധൈര്യമായി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാം. വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്ത നടപടിയാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റദ്ദാക്കിയത്. മേൽവിലാസത്തിലെ പിശക് ചൂണ്ടിക്കാട്ടി CPM നൽകിയ പരാതിയിലായിരുന്നു വൈഷ്ണയ്ക്ക് വോട്ട് നഷ്ടപ്പെട്ടത്. ഹർജിക്കാരി സമർപ്പിച്ച രേഖകൾ പരിഗണിക്കാതെയാണ് വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കിയത്. ഇക്കാര്യത്തിൽ തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷൻ ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർ ഏകപക്ഷീയമായിട്ടാണ് കാര്യങ്ങൾ ചെയ്തതെന്ന് ഉത്തരവിൽ കമ്മീഷൻ വിമർശിച്ചു. വോട്ട് തിരികെ ലഭിച്ച് സ്ഥാനാർത്ഥിത്വത്തിലെ ആശങ്കയും നീങ്ങിയതിന്റെ ആശ്വാസത്തിലാണ് വൈഷ്ണയും UDF ക്യാമ്പും. നമ്മുടെ വെട്ടിപ്പോയ വോട്ട് തിരിച്ച് റീആഡ് ചെയ്ത് തന്നിരിക്കുകയാണ്. വളരെ സന്തോഷം. കാരണം ഒരു ഇൻഡിവിജ്വൽ എന്നുള്ള നിലയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷിക്കാൻ പറ്റുന്ന, അഭിമാനിക്കാൻ പറ്റുന്ന ഒരു നിമിഷത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അതിൻ്റെതായ സന്തോഷമുണ്ട്. ഈ മാസം 15-നാണ് വൈഷ്ണയുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കിയത്. തുടർന്ന് ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. കേസ് പരിഗണിക്കവേ 24 വയസ്സ് മാത്രം പ്രായമായ പെൺകുട്ടിയെ സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് തിരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാതിരിക്കരുതെന്നായിരുന്നു ഹൈക്കോടതി പരാമർശിച്ചത്. 2 ദിവസത്തിനകം ഹിയറിംഗ് നടത്തി കാര്യങ്ങൾ പൂർത്തിയാക്കണമെന്ന കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ ഹിയറിംഗ് പൂർത്തിയാക്കിയ ശേഷമാണ് ഉത്തരവിറക്കിയത്. CPMന്റെ അന്യായമായ ഭരണ ദുസ്വാധീനമാണ് വൈഷ്ണയ്ക്ക് വോട്ടവകാശം നിഷേധിക്കാൻ ഇടയാക്കിയതെന്നും നിയമവാഴ്ചയുടെ വിജയമാണ് കമ്മീഷന്റെ ഉത്തരവെന്നും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് വാർത്താക്കുറിപ്പിലൂടെ പ്രതികരിച്ചു. മീഡിയ 1 തിരുവനന്തപുരം.